സ്നേഹിതരെ, പരിശുദ്ധ അമ്മയുടെ വണക്ക മാസം ആചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്നതിന് നാം പരിശ്രമിക്കുകയാണല്ലോ. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന അപ്പസ്തോലിക പ്രബോധനം സമാപിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഈ വിചിന്തനങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്താൽ കിരീടമണിയിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ മറ്റാരും ജീവിച്ചിട്ടില്ലാത്തതുപോലെ യേശുവിൻ്റെ സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ചവളാണ് പരിശുദ്ധ മറിയം. പരിശുദ്ധ മറിയം വിശുദ്ധരിലെ വിശുദ്ധയാണ്. വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു, കപ്പൽ സഞ്ചാരികൾക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശ ഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ കന്യക മറിയം. ആ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ജീവിത മാതൃകകൾ അനുകരിക്കുന്നതിൽ നമുക്ക് ആത്മാർത്ഥതയുള്ളവരാകാം. അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിത തീർത്ഥാടനത്തിൽ ദിശ തെറ്റാതെ നമുക്ക് നമ്മുടെ യഥാർത്ഥ തീരമണിയാൻ സാധിക്കും. ഒരിക്കൽ കൂടി മെയ് മാസ വണക്കത്തിൻ്റെ എല്ലാ നന്മകളും പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗ മധ്യസ്ഥവും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർലോകരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ വണക്കമാസം 15-ാം തീയതി. പരിശുദ്ധ കന്യകയെ, അങ്ങേ വിരക്ത ഭർത്താവായ ഔസേപ്പിനോടുകൂടി ബെത്ലഹേമിൽ ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ. എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. ആധുനിക ലോകം അവിടുത്തെ തിരുകുമാരനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ. പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുകുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ. അങ്ങും അങ്ങേ ദിവ്യസുതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ. ആമീൻ. ദൈവത്തിൻ മാതാവേ, നീ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി, നീ ഇപ്പോഴും എന്നുമെന്നും മൃത്യു വരും നേരവും താതനും ദിവ്യസുതനും പാവനാത്മാവിനുമേ ആദിയിലെന്ന പോലെ സ്തോത്രമുണ്ടായിടട്ടെ. അമ്മേ, വിവിധ രാജ്യങ്ങളിലായി പ്രവാസത്തിൽ കഴിയുന്ന ഞങ്ങളുടെ
ബന്ധുക്കളെ, മക്കളെ, സ്നേഹിതരെ ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾക്കിടയിൽ സാന്ത്വനത്തിൻ്റെ ഒരു മഴ പെയ്യുവാൻ അമ്മ മാതാവേ, നിൻ്റെ മകനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. അമ്മേ, ഞങ്ങളെ അമ്മയുടെ മടിയിലിരുത്തി യേശുവിങ്കിലേക്ക് വളർത്തണമേ. അമ്മേ, ഞങ്ങളെ കൈവിടല്ലേ. ആ മാതൃസ്നേഹം മാത്രം മതി തായേ. അമ്മേ.